ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് എവിടേക്കാണ് പോണേ? നമ്മളിന്ന് അടുത്ത കുട്ടിക്കുള്ള പർച്ചേസിംഗ് ആണ് ഗൈസ്. അതെ, അപ്പോൾ എന്ത് പൊരി കഴിക്കണമെന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മുമ്പേ മേടിച്ചിട്ട് മൊത്തം വാഷ് ചെയ്ത് വെച്ചല്ലോ. അതായത് നമുക്ക് ഫസ്റ്റത്തെ ഡെലിവറി കഴിയുമ്പോൾ അറിയാം നമുക്ക് രണ്ടാമത്തെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്. അതെ, പക്ഷേ നമുക്ക് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ് എന്തൊക്കെ നമുക്ക് ഞങ്ങളാ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. അല്ല, നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാണ്ട് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ അതെന്തായാലും ഡ്രസ്സ് മെയിനാണ്, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ പ്രഗ്നൻസി അതെ നിങ്ങൾക്കൊരു യൂസായി എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ട സംഭവങ്ങളാണ്. ചിലവർക്ക് പുതുതായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചുമ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ഒന്നും യൂസ് ചെയ്യാണ്ട് കുറച്ച് തിരിച്ചു കൊണ്ടുവന്നു. ബാക്കിയെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. ബാക്കിയെല്ലാം വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ആയില്ല, വീട്ടിൽ വന്നിട്ടാണ് ഓരോന്നോരോന്ന് അറിയണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇപ്പോൾ പെട്ടിയിലാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതിയല്ലോ. അതൊക്കെ ചിങ്കുടുവിന്റെ ആയതുകൊണ്ട് അതൊന്നും എടുത്ത് യൂസ് ചെയ്യണ്ടെന്ന് വേണ്ടി പുതിയതായിട്ട് മേടിക്കാന്ന് വെച്ചാൽ അതൊക്കെ അവിടെ എടുത്ത് വെച്ചു. ചിങ്കുടുവിന്റെ ഇതിന് വേണ്ടിയിട്ട് ചിങ്കുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കല്ലോ. അപ്പോൾ അതിനുവേണ്ടി അത് അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് ചിങ്കുടു. ചിരിക്കുന്നത് വടി എടുക്ക, അമ്മയ്ക്ക് ഒരു അടി കൊടുക്ക്. അതുപോലെ നമ്മളിപ്പോ തന്നെ പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ പറയാ, ഡേറ്റ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്നു. വായിച്ചിനകത്ത് കുറേ ദിവസമായി പറയുന്നു. അപ്പോൾ ഈ രാത്രി ഒന്നും പോയി എടുക്കണ്ടെന്നുള്ളൊരു ഇതുകൊണ്ട് നേരത്തെ പോകാൻ ലാസ്റ്റ് അപ്പോൾ ഈവനിങ് ആണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇനി പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് എടുക്കുന്നത് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പോവാം നമുക്ക് ഗൈസ്. വെളുക്കുമ്പോൾ ഇൻട്രോ എടുത്തിട്ട് ഇരുട്ടായില്ലോ. അതായത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇറങ്ങി. ഞങ്ങൾ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞത് ഇറങ്ങി. പക്ഷെ ഓരോ കാര്യങ്ങളൊന്നും തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നല്ലോ. എന്താ പറഞ്ഞോ, എന്തിനാ വന്നിക്കണേ? ആർക്ക് ഡ്രസ് എടുക്കാൻ വന്നു? നമ്മള് കുട്ടിക്കാ ഡ്രസ് എടുക്കാൻ വന്നു. പിന്നെ കുഞ്ഞാവയ്ക്കോ ഇത്ര നേരം ചിങ്ങട് ഉറങ്ങായിരുന്നു കേട്ടാ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുഞ്ഞാവയ്ക്കും ചിങ്ങടും ഡ്രസ്സ് എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയത്. അപ്പോൾ അത് ഉറക്കത്തിൽ ആൾ മൈൻഡ് വെച്ചിട്ട് എണിച്ചതും കുഞ്ഞാവയ്ക്കും ചിങ്ങടും ഡ്രസ്സ് എടുക്കാൻ പോകാന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തല്ലേ, ഓട്ടോമാറ്റിക് മൂപ്പരില്ലേ, അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാണ്. അപ്പം ഞങ്ങളിത് അവിടെ എത്തി, ടൗണെത്തി. പോയി എടുക്കണം. എന്തൊക്കെയാണ് നല്ല ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് പക്കം മാറുന്നുപോയി. അതെ, എന്തായാലും പോവാ. പിന്നെ അമ്മയുണ്ട് കേട്ടോ, അമ്മ ഓൾറെഡി പുറത്തിറങ്ങി നിൽക്കണം. അത് ഇറങ്ങിക്കോ ഗൈസ്. അമ്മൻ്റെ ചിങ്ങടിന് കൊടുത്തുട്ടാ, അതിലേക്ക് വീഡിയോ എടുക്കാനും കാര്യമൊന്നും പറ്റില്ല. ആ ഷോപ്പ് നിർത്തി. അപ്പം ഇനി അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വേറെ എവിടേക്ക് ഇനിയിപ്പോൾ ഇവിടെ കിട്ടുമോയെന്നറിയില്ല. അവിടെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് മേടിച്ചപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ ക്ലോസ് ചെയ്തവർ. എന്തായാലും നമുക്ക് നോക്കാം. അതെ, കുറേ ഞങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോയി നോക്കാം. പോയി ഇറങ്ങി കിട്ടിയില്ല. അതിന് പിന്നെ നെക്സ്റ്റ് അവിടേക്ക് പോവാം. ഈ ഒരു ടൈമിൽ പറയുമ്പോൾ നമ്മൾ കുറച്ച് അലച്ചിൽ കൂടും. കാരണം ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ ക്ലോത്തും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി എടുക്കുന്ന കുറച്ച് നല്ലത് എടുത്തിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കാന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ചിങ്ങുവിൻ്റെ ടൈമിൽ അങ്ങനെ തന്നെ ആയിരുന്നു. മുന്നേ എടുത്തിട്ട് വാഷ് ചെയ്യലായിരുന്നു. ലേറ്റ് ആണ്. അത് ഞങ്ങൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം. സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും എടുക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോപ്പിൽ പോകാം. അവിടെ ഒരാളെ ഉള്ളിൽ പോയിട്ട് അവിടെ സൈക്കിൾ കണ്ടപ്പോൾ സൈക്കിൾ വേണോന്ന്, അതായത് നമ്മളുടെ അടുത്ത് വേണോ ചോദിക്കാൻ പറയുന്നത്. പോവാ, വേറെ കടയിൽ പോവാ. എന്താ വേറെ ഷോപ്പിൽ വന്നിട്ടാ. എന്താണ്, എന്ത് വേണോ? ഡ്രസ്സ് വേണോ? എടുത്തോ, പൊയ്ക്കോ, എടുത്തോ. നല്ല ചന്തമുണ്ടാ? പോയി നോക്കിക്കോ, നല്ല ചന്തമുണ്ട്. അത്ര നോക്കിക്കൊണ്ടിരിക്കണ്ടാ.
ഇത് ഞാൻ പറഞ്ഞത് ചിങ്ങുന്റെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടത്. ഓ അത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ മുണ്ടിന് പകരം നല്ല കെട്ടിക്കൊടുക്കാൻ. ഇപ്പോൾ ആദ്യമൊക്കെ മുണ്ട് കീറിക്കുന്നത്, ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും മുണ്ടെടുക്കും, എന്നാലും എക്സ്ട്രാ ഇതും മേടിച്ച് വെക്കാന്ന് വിചാരിച്ചു. ഇവിടെ നിന്നൊരു സെക്ഷൻ എടുത്തോട്ടെ. ഇനിയിപ്പോൾ നേരെ അടുത്ത ഡ്രസ്സ് നോക്കാം. ഇവിടെ കുറച്ച് ഷർട്ട് മാത്രം എടുത്തിട്ടുണ്ടല്ലോ, മേലേക്ക് മാത്രം എടുത്തു അല്ലേ. ഇനിയിപ്പോൾ അവിടെ സെറ്റ് ഒന്നും നോക്കട്ടെ. എവിടെ ഇവിടെ ഉള്ളതാ? അത് വേണോ കുട്ടിക്ക്? വേണോ? ബോളാ വേണ്ടത്? അതന്നെ ബോളാ വേണ്ടി, ഇതാ വേണ്ടി, ഇതാ വേണ്ടി. കിട്ടിയാ? മനസ്സിലായി. എന്താണ് പൊട്ടിക്കണ്ട, വണ്ടിന്ന് പൊട്ടിച്ചേരാ കേട്ടാ, കാറിന്ന്. എന്നിട്ട് നമുക്ക് കളിക്കാം. ഇവിടെ പൊട്ടിച്ച മാമൻ എടുത്തിട്ട് പോകും. ഇവിടെ നിന്ന് പൊട്ടിച്ച മാമൻ എടുത്തിട്ട് പോകും. എനിക്ക് നോക്കട്ടെ, വേണമെങ്കിൽ വേണം ചോദിക്കട്ടെ. വണ്ടിന്ന് പൊട്ടിച്ചേരാ, പിടിച്ചോ. ഇവിടെ വന്നിട്ട് സെറ്റാണ് കേട്ടോ, ട്രൗസർ ഇതും കൂടി സെറ്റ്. ഇത് വന്നിട്ട് സെയിം കളറിൽ, ഒന്നിൽ പ്ലെയിൻ ഒന്നിൽ അല്ല, ഒന്നിൽ പ്ലെയിൻ ഒന്നിൽ പ്രിന്റ് അല്ലേ? ആ മതി, കുഴപ്പമില്ല. അതിന് വരുന്നുണ്ടാ? ഓ എടുത്തോ. ഓ അങ്ങനെ സെറ്റായിട്ട് കിട്ടുള്ളൂ അല്ലേ? ആ ഇത് വലിയ വ്യത്യാസമില്ല ചേച്ചി. ഇവിടെ ഒരാൾ ഇതാ ഓരോ മരുന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തിരുന്നാടാ ചീർപ്പെടുത്തിട്ട് വരിക. അത് വണ്ടി പോയിട്ട് പൊട്ടിച്ചു കേട്ടാ. അപ്പോൾ എന്താണ് മേലേക്കുള്ളതും, അതായത് ഡ്രസ്സായിട്ടുള്ളത് എടുത്ത് ഇനിയിപ്പോൾ സോക്സ്, ക്യാപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കണം കേട്ടോ. കാരണം അത് സെപ്പറേറ്റ് എടുത്ത് വെക്കണം. ഡ്രസ്സിനൊപ്പം ഇല്ല, ഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതല്ലേ. മറ്റേ റോംബർ സെറ്റായിട്ട് ഒന്നും എടുത്തിട്ടില്ല, അത് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ അന്ന് മുമ്പേയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നോക്കട്ടെ. ഇപ്പോൾ സോക്സും ക്യാപ്പും എടുക്കാം. ഇവിടെ ഒരാൾ കണ്ട ഞാൻ താളിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഗൈസ് കളറിന് അടിയുന്നൂടെ പിങ്ക് മതിയെന്ന്, ഞാൻ ബ്ലൂ മതിയെന്ന്. നെക്സ്റ്റ് ഇതാ ക്യാപ്പ്, പിന്നെ മറ്റേ സോക്സ് അല്ലേ, സോക്സ് ഗ്ലൗസ് ഒക്കെ ആയിട്ട് സെറ്റ് അതെടുക്കണം. അപ്പം ഈ മറ്റേ ബ്ലൂ എടുത്താൽ മതി. ബ്ലൂ ഇല്ലേ ചേച്ചി? ബ്ലൂ പോലെ അപ്പോൾ എന്താണ് കർച്ചീഫും കാര്യങ്ങളും തല്ലുകൂടലാണ്. കർച്ചീഫല്ല, എന്താണ് അതിൻ്റെ പേര്? ടർക്കി കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കേട്ടോ. ഇവിടെ നിന്ന് കാണിച്ച് വൃത്തിയായിട്ട് അറിയില്ല. ഗൈസ് അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അവൻ ഞങ്ങൾ നോർമലി ഇവിടെ വരാറ്, ഇവിടെ തന്നെ അത്യാവശ്യം എല്ലാം എടുത്തല്ലോ. അവൻ അല്ല ഇല്ല എന്തൊക്കെ എടുത്തു എന്നൊക്കെ കാണിച്ചു കേട്ടാ. ഒരാൾക്ക് വിശപ്പ് വന്നു ഗൈസ്. ഇനിയിപ്പോ കഴിക്കാൻ പോണോ? കഞ്ഞി എന്തെങ്കിലും കുടിക്കാലോ? അവൻ കഞ്ഞിക്കടയിൽ പോകും. അന്നല്ല കഞ്ഞി കുടിക്കാം. 9 മണി ഉണ്ടാവും ഗൈസ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കഴിച്ചിട്ട് വീടൊക്കെ എത്തിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചെന്നാലും ഫുള്ളായിട്ട് കാണിച്ചു കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോന്നും കാണിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും പോവാം ഗൈസ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോഴാണ് വീടെത്തുന്നത്. 10:30 11 മണി എന്തോ ആയിട്ട് രാത്രി. അപ്പോൾ എന്താ നല്ല രീതിക്ക് ടയേർഡ് എന്താണെന്നറിയില്ല. വാവിച്ചാണെന്നുണ്ടെങ്കിൽ കിടന്നു. അപ്പോൾ കിടന്നു പറഞ്ഞാൽ ഉറങ്ങാനല്ല, ജസ്റ്റ് ഒന്ന് നല്ല ടയർഡ്. കാരണം വാവിച്ചിക്ക് ലാസ്റ്റ് ടൈമില്ല. അപ്പോൾ ഇനി വാവിച്ച് കുറച്ചുകൂടെ ടയർഡ് കൂടുതലായിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ ഇപ്പോൾ ഒന്നാമത് റോഡൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിക്ക് നല്ല രീതിക്ക് ടയേർഡ് ആവുന്നുണ്ട്. ഇതാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നാട്ടാ.
അപ്പോൾ ഇനി വായിച്ചവിടെ കിടക്കുന്നുണ്ട്. വായിച്ചും കൂടി ഒന്ന് വിളിപ്പിച്ചിട്ട് വേണം കാണിച്ചു തരാൻ. അവേ വാജിക്ക് നല്ല ക്ഷീണം. വാജിക്ക് ടോട്ടലുണ്ട്, വാജിക്ക് ഒന്നുകൂടെ കൂടുതലുണ്ടാവുമല്ലോ. എനിക്ക് ഗൈസ് അപ്പോൾ ഓരോന്നായിട്ട് വായിച്ച് കാണിച്ചു തരും കേട്ടോ. അവേ പക്ഷെ എന്നാലും മാക്സിമം ഒരു ഷോപ്പിൽ കയറിയിട്ട് തന്നെ എല്ലാം എടുത്തു. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ ഒരാൾ വീഡിയോ ഇത് പ്ലേ ചെയ്താൽ തുടങ്ങും ലബ 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 പറഞ്ഞിട്ട്. കുറച്ചധികം ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ക്യാപ്പ്, അതുപോലെ തന്നെ ഗ്ലൗസ്, അതുപോലെ തന്നെ സോക്സ്, അത് സെറ്റായിട്ട് വരുന്നത്. ഈ ബ്ലൂക്കും പിങ്കിനും വേണ്ടിട്ട് അടിയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ആ ഒരു ഇത് വേണ്ട ഗ്രീനും കൂടി എടുത്തോ, പിന്നെ കുഴപ്പമില്ലല്ലോ. എല്ലാം ആയല്ലോ. മേടിച്ചു കുട്ടിനെയാണ്. അതെ ആവശ്യം വരും. ഹോസ്പിറ്റലിൽ എന്തായാലും ആവശ്യം വരുമല്ലോ. പൊന്നോ പൊന്നോ അത് പൊട്ടിച്ചെടാ. കുഞ്ഞു വയ്ക്കല്ലേ കുടിച്ച് വേറെ മേടിച്ചേട്ടാ. ഓക്കെ വേറെ വരാട് പിടിക്കാം. അത് നോക്കാം, ഡ്രസ്സ് നോക്കാം ഗൈസ്. അപ്പൊ ഇതൊക്കെ വന്നിട്ടില്ലേ ഷർട്ട്. അത് ഷർട്ട് മാത്രല്ലോ അവ കുഴപ്പമില്ല കുഴപ്പമില്ല എടുത്തോട്ടെ. ഇത് ഷർട്ട് മാത്രല്ലോ അവ. അതെ താഴെ നമ്മള് മറ്റേ മുണ്ടൊക്കെയല്ലേ കിട്ടുള്ളൂ. കുറച്ച് സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും. മതിയായില്ല എന്നുണ്ടെങ്കിൽ മേടിക്കാം. അതെ പിന്നെ അതുപോലെ അതന്നെ അത് സെയിം തന്നെ. ഇത് കോട്ടന് കുറച്ചുകൂടെ എടുക്കാൻ വേണ്ടിട്ട് എടുത്താണ് കേട്ടോ. എന്താ സംഭവം അതായത് പ്യുവർ കോട്ടൺ. ഇത് ചിങ്ങുടിന്റെ സമയത്തും എടുത്തിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഓർമ്മയില്ല. അത് ഇപ്പോഴും അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ടാണ്. പിന്നെ റോംബർ സെറ്റ് വന്നിട്ട് ഒന്ന് മാത്രം എടുത്തുള്ളൂ. കാരണം അത് യൂസ് ചെയ്യാൻ തോന്നിയില്ല. അഥവാ യൂസ് ചെയ്യാൻ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അടുത്ത് എടുക്കാം. അതാ അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഇത് വന്നിട്ട് അതൊന്നും എടുത്തിട്ടുള്ളൂ. ഇവിടെ ഉണ്ട്. മുണ്ട് കെട്ടി കൊടുക്കുമല്ലോ. അതിന് പകരമായിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് കംഫർട്ട് ഒന്നും ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മേടിച്ച് വെച്ചാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാനുള്ള ഇതിൽ ജസ്റ്റ് മേടിച്ചു മാത്രമേ ഉള്ളൂ. ഐറ്റംസ് ഇത്രേ തോന്നുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കൂ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇല്ല, അത് നിങ്ങൾ കാളിക്കറിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അല്ല ചിങ്ങടും മറ്റേത് കളിച്ചോണ്ടിരുന്നില്ലടാ. അപ്പൊ അത് പിന്നെ അതുപോലെ ഒരു ഡ്രസ്സും കൂടെയാണ്. ഇത് വന്നിട്ട് ഡബിൾ ആയിട്ട് ഇപ്പൊ വരുന്നതൊക്കെ ഇങ്ങനത്തെയാണ്. അതായത് ഇതിന്റെ വന്നിട്ട് ട്രൗസർ പ്രിന്റ് മേലെയും പ്ലെയിന്. താഴെ അങ്ങനെ. അതായത് ഒന്നിലെ ഷർട്ട് പ്ലെയിന് ട്രൗസർ പ്രിന്റ്. അത് നേരെ റിപ്പീറ്റ് ചെയ്തിട്ട് ട്രൗസർ പ്ലെയിന് ഷർട്ട് പ്രിന്റ് അങ്ങനെ. ഓക്കെ അത് പ്ലെയിന്. അത് നേരെ തിരിച്ച് അത് പ്ലെയിന് ഇത് പ്രിന്റ്. പക്ഷെ അത് കുറച്ച് ക്ലോത്തും നമുക്ക് കുഴപ്പമില്ല, സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അതന്നെ ഒരേപോലെ തന്നെ തൽക്കാലം എടുത്തൂല. പിന്നെ അടുത്തത് ടർക്കി ടവല് തുറക്ക. ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ ചെയ്യൂ. ബാത്ത് ടവല് നല്ല സോഫ്റ്റ്. ചിങ്ങുണി ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏകദേശം ഇതേപോലത്തെ സാധനം. മറ്റേ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലേ, വരില്ല. ഞങ്ങള് ചിങ്ങുണിന് മുമ്പ് പഠിച്ച സാധനം എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തോർത്ത് കൊടുത്തു. പക്ഷേ ഇത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് അറിയുള്ളൂ. മേടിച്ചു വെച്ചാണ്. ഇതൊക്കെ ഇല്ലേ നമുക്കൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി ഉള്ളതുകൊണ്ട്. ചിങ്കിടുവാ എന്താണ്? ഓക്കെ ടർക്കി പറഞ്ഞാൽ നമുക്ക് മറ്റേ തലയിലിട്ടിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കുട്ടിനിങ്ങനെ പൊതിയുന്ന പോലത്തെ വരില്ല. അതാണ് സംഭവം. അല്ല അതും അതന്നെയാണ്.
ഇത് അതിന്റെ കുറച്ച് കട്ടിയുള്ള സാധനം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതെ, ഇത് അതിന്റെ കുറച്ച് കട്ടിയുള്ള സാധനം. കാരണം ഇപ്പൊ നവംബർ ഡിസംബർ മഞ്ഞ് ടൈം ആയതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ മേടിച്ച് വെച്ചത്. ആ, ടവൽ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് അല്ലേ അവേ? അതെ, അല്ല അത് എല്ലാവർക്കും യൂസ് ആവൂട്ടാ. ആ, ഞങ്ങൾ ചിങ്ങടിന്റെ ടൈമിൽ യൂസ് ചെയ്ത് നന്നായിട്ട് യൂസ് ഉണ്ടായിരുന്നത്. കൊറേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 3 മേടിച്ചു. അത് പുതപ്പ് എന്ന് പറഞ്ഞു മേടിച്ചത്. അല്ല പുതപ്പ്, ആ പുതപ്പ് തന്നെ. എന്ത് വേണേലും യൂസ് ചെയ്യാം. ആ, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. മേടിച്ചു. അതെ. ഇനി എന്താ? ആ, എനിക്കിലിക്ക ഇത് അല്ല, ഇത് കാണിക്കുന്ന ഇത് വന്നിട്ടില്ലേ മറ്റേ സിലിക്കോണാണ്. അത് നമുക്ക് ടീച്ചറായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. എന്ത് വേണോ? എന്താ വേണ്ടത്? ഇതെന്താണിത്? കിലിക്ക് വേണോ? കിലിക്ക് നോക്കട്ടെ. കിലി എങ്ങനെ കിലിക്ക? പിന്നെ അതുപോലെ ഇത് നല്ല യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, ഇതില്ലേ അത് കാണിക്കും ഞാൻ. ആ ചീർപ്പിന്റെ ഇതിൽ വന്നിട്ട് ഇതിൽ ഈ ബ്രഷ് പോലത്തെ കണ്ട, ഇതാണ് കൂടുതൽ ആ ടൈമിൽ നമുക്ക് യൂസ് ആവും. ഇത് അതിന് ശേഷം യൂസ് ആവുള്ളൂ. ചിങ്ങടിന് ഇതാണ് ഇതാണ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമുക്ക് ആ ടൈമിൽ യൂസ് ആവുള്ളൂ. അതിന് ആ ബ്രഷ് ടൈപ്പ് അത് നല്ല യൂസാണ്. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തുടച്ചു കൊടുക്കാം. പിന്നെ അതാ സാധനം. അതൊന്ന് അത് ഞങ്ങൾ വേണമെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ. കുറച്ച് അങ്ങോട്ട് ഇരിക്കും. അതായത് ഈ സാധനമില്ലേ, നമുക്ക് ഓൾറെഡി നമുക്ക് വേറെ ടീമായ ലിറ്റിൽ ഹ്യൂസ് നമുക്ക് കുറച്ച് ഇതിൻ്റെ സെറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അതിൽ വന്നിട്ട് നമുക്ക് ഇത് മാത്രം, ഇത് ഈ കിടത്തുന്നത് മാത്രം കുറച്ച് സെറ്റായില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് തരും. പക്ഷെ നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രം നമ്മൾ മേടിച്ചു. ബാക്കി നമുക്ക് കുട്ടീനെ പിടിക്കാനുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ തൊട്ടിലെല്ലാം അവർ ഓൾറെഡി തന്നുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ അല്ലാന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം വരുന്നതാണ്. അപ്പോൾ ഇത് മാത്രം മേടിച്ചു. കാരണം അത് നമുക്ക് ചെയ്തെടുക്കാനുള്ള ടൈം ഇല്ല അല്ലേ. പിന്നെ ഇതാ ഒരു ഡിറ്റർജൻറ്റ് മേടിച്ചു. ഇതില്ലേ എന്താ ഇപ്പൊ എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്ത ചോദിച്ചാൽ ഇതൊക്കെ ഇനി വാഷ് ചെയ്ത് സെറ്റ് ആക്കണമല്ലോ അതിന് വേണ്ടി. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ വാഷ് ചെയ്യാതെ വെച്ചു. അപ്പൊ ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അതെ. ആ, പിന്നെ അതുപോലെ തന്നെ ചിങ്ങട് പറഞ്ഞപ്പോൾ ഓർമ്മ പാമ്പേഴ്സും മേടിച്ചു. അത് ചിങ്ങടിന് യൂസ് ചെയ്യുന്ന സെയിം തന്നെ അത് മേടിച്ചിട്ടുണ്ട്. കാരണം ഇനി ആ ടൈമിൽ അതിനു വേണ്ടി നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ചിങ്കടുവിന്റെ ടൈമിൽ ചിങ്കടിന് ഒരുപാട് ഞങ്ങൾ കോട്ടന്റെ അല്ലാണ്ട് നമ്മളിപ്പോൾ തുണിന്റെ ടൈപ്പ് വേറെയൊക്കെ വന്നിട്ടില്ല, അതൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് ഒരു ഇതിലെത്തിയത് നല്ല അടിപൊളിയാണ് കോട്ടൻ്റെ. അപ്പോൾ അതേ സെയിം തന്നെ ന്യൂ ബോണ്ട് മേടിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈയോട് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ എന്തായാലും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ പറ്റുന്ന ടൈമിലോ പോയിട്ട് പർച്ചേസ് ചെയ്യണം. അതെ, അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ മുണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറേ മേടിക്കാനുണ്ട്. കാരണം ഓൾറെഡി ഷോപ്പ് ക്ലോസ് ആയി, പിന്നെ മേടിക്കാൻ ടൈമും കാര്യം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് നാളെ മേടിക്കാം. വേഗം പോയിട്ട് വാഷ് ചെയ്തിട്ട് അതെ. അപ്പോൾ എന്തായാലും ഇത് വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തൊക്കെ ആഡ് ആവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് ചെയ്യാലോ. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. നിങ്ങളുടെ ബൈ പറ. ബൈ, ടാറ്റ പറ.